Good morning. Good morning. Okay, എല്ലാവരും അറിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, ആരും കഴിച്ചില്ലേ? ആ, അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്ലേസ്മെന്റ് ആണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേട്ടോ. പ്ലേസ്മെന്റ്, ഓക്കെ, അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ദ എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ഹി ഓർ ഷീ ഹാസ് ബീൻ ഹയർഡ്. എന്താ പറയുന്നത്? ഒരു ജോലിക്കാരൻ നിയമിക്കപ്പെട്ട സ്ഥാനത്താണ് നിയോഗിക്കേണ്ടത്. അല്ലെ? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? Employee should be placed on he or she has been hired. ജോലിക്കാരൻ നിയമിക്കപ്പെട്ട സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ നിയോഗിക്കേണ്ടത്. Allocation of people to job is known as placement. അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ allocation of people to job is known as placement. എന്താണ്? ജോലിയിലേക്ക് ആളുകളെ നിയോഗിക്കുന്നത്, അല്ലെ? ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഓർ റീഅസൈനിങ് എംപ്ലോയീസ് ടു ന്യൂ ഓർ ഡിഫറെന്റ് ജോബ്. എന്താണ്? പുതിയതോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയതോ ആയിട്ടുള്ള ജോലിയിലേക്ക് ജീവനക്കാരനെ നിയോഗിക്കുന്നതോ പുനർനിയമിക്കുന്നതോ ആയ ഒരു പ്രക്രിയ, അതിനെ നമ്മൾ എന്താ പറയുന്നുണ്ട്? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. എന്താണ്? പിക്കോൾസ് ആൻഡ് മയേഴ്സ്, അവരുടെ ഡെഫിനിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡയൽ യോർഡറിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത്? പ്ലേസ്മെന്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ജോബ് ടു which an accepted candidate is to be assigned at and his assignment to the job. It is the matching of what the supervisor has reason to think he can do with the job demands. It is a matching of what the impose of strain working conditions and what he offers in the form of payroll, companionship with others, promotional possibilities, etc. എന്താണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്? ഒരു അംഗീകൃത സ്ഥാനാർത്ഥിയെ നിയമിക്കേണ്ട ജോലിയുടെയും ആ ജോലിയിലേക്ക് അയാളുടെ നിയമനത്തിന്റെയും നിർണായകമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ജോലി ആവശ്യങ്ങള് നിറവേറ്റാൻ സൂപ്പർവൈസർക്ക് കഴിയുമെന്ന് കരുതാൻ കാരണമുള്ളതിന്റെ ഒരു പൊരുത്തമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ശമ്പളം, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സൗഹൃദം, പ്രമോഷൻ സാധ്യതകള് മുതലായവയില് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നതിന്റെയും ഒരു പൊരുത്തമാണ് പ്ലേസ്മെന്റ്, അല്ലെ? നമ്മളൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മള് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങള്, അതുപോലെ തന്നെ പേറോള്, അല്ലെ? നമ്മുടെ എന്താണ് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പ്രമോഷൻ സാധ്യതകള്, ഇതൊക്കെ നമ്മളോട് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അത് ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇടവരുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ ഈ പ്ലേസ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ്? അക്കോർഡിംഗ് ടു ഡയൽ ഓർഡർ, ഡെഫിനിഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ദ അസൈൻമെന്റ് ഓഫ് എ particular job to newly appointed employee is the placement. എന്താണ്? പുതിയതായിട്ട്
നിയമിതനായ ഒരു ജീവനക്കാരന് ഒരു പ്രത്യേക ജോലി നൽകേണ്ടതാണ്. അതിനെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പുതിയതായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, പ്ലേസ്മെന്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് 2 ഡെഫിനിഷനിൽ പറഞ്ഞത്. നിർബന്ധമായിട്ട് അത് കൂട്ടിവെക്കാം. ഇനി നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ ദ പ്ലേസ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ്. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത്? പ്രിൻസിപ്പിൾസ് ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ, principle of working condition, principle of loyalty and cooperation, principle of transfer. Okay, principle of job first and man next എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ പറയുന്നത്? Principle of job first and man next means a person should be placed in accordance with the job requirements instead of adjusting the job according to the need and the qualifications of a person. The person. എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു എന്താണ് ഒരു പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു വ്യക്തിയുടെ ആവശ്യത്തിനും യോഗ്യതകൾക്കും അനുസൃതമായിട്ട് ജോലി ക്രമീകരിക്കുന്നതിന് പകരം ജോലി ആവശ്യകതകൾക്കനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ നിയമിക്കണം അല്ലെ. ആ ജോലിയുടെ ആവശ്യകതകൾ ഇപ്പോ അക്കൗണ്ടൻസിയിൽ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെയാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ടീച്ചറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് നമ്മുടെ കമ്പനിയിൽ എന്തൊരു വേക്കൻസിക്കാണോ ആളുകളെ ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് ക്വാളിറ്റിയും സ്കില്ലും ഉള്ള ആളുകളെ വേണം നമ്മൾ നിയമിക്കാനായിട്ട്. ഓക്കെ, അപ്പോ അതാണ് അവിടെ പറയുന്നത്. എന്താണ്, ഒരു വ്യക്തിയുടെ ആവശ്യത്തിനും യോഗ്യതകൾക്കും അനുസരിച്ചിട്ട് ജോലി ക്രമീകരിക്കുന്നതിന് പകരം ജോലി ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വേണം വ്യക്തികളെ നിയമിക്കാനായിട്ട്. അതാണ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻസ്. Employees should be placed on such a job for which they are qualified. They should not be placed in very high or very low job position. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിക്കാരെ അവർക്ക് യോഗ്യതയുള്ള ജോലിയിൽ നിയമിക്കണം. അവരെ വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ ജോലി സ്ഥാനത്തേക്ക് നിയമിക്കരുത്. ഇപ്പൊ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫിനെ മാനേജർ പോസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെ. അപ്പൊ എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ നോളജും സ്കില്ലും എബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള ജോലികൾ വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ നേരെ ഉൾട്ടിയായിട്ട് അത് ബാധിക്കും അല്ലെ. ചിലപ്പോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ പോകുന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സ്ഥാപനമായി കഴിഞ്ഞാല് ഇപ്പോ ഇങ്ങനെയുള്ള ആളുകളെ എന്താണ് ഹൗസ് കീപ്പിംഗ് യോഗ്യതയുള്ള ആളുകളെ നമ്മുടെ മാനേജർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ HR പോസ്റ്റിലേക്കോ ഒക്കെ നമ്മള് എന്താണ് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി നേരെ താഴ്ന്നു പോലെ ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ആ വർക്കും കാര്യങ്ങളും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ യോഗ്യതയുള്ള ആളുകളെ യോഗ്യത ക്വാളിറ്റി അതുപോലെ തന്നെ സ്കില്ല് എബിലിറ്റി കാപ്പബിലിറ്റി ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ചുള്ള വാക്കൻസിയിലോട്ട് വേണം ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. All the arrangements which are needed for placement should be done before the joining date of the newly hired employees. എന്താ പറയുന്നത്, ഈ പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിയമത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. എല്ലാ
നമ്മൾ ഹയർ ചെയ്യുന്നതിന് മുൻപ് അല്ലെ, ആ ജോലിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ സാധ്യതകളും അല്ലെ, നിയമത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ട് വേണം ആളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ പോളിസിയിലൂടെ, ഏതൊക്കെ പ്രൊസീജിയറിലൂടെ, ഏതൊക്കെ ഗൈഡ് ലൈൻസിലൂടെയാണ് പോകേണ്ടത്. അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ആളുകളെ നിയമിക്കാനായിട്ട്. അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചിലപ്പോ അവിടെ ജോയിൻ ചെയ്യാനായിട്ടും അവിടെ ജോലി ചെയ്യാനായിട്ടും ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാം മുൻകൂട്ടി ക്രമീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ആളുകളെ പുതിയതായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ അവർ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ജോയിൻ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ്, പ്രൊസീജിയർ, പോളിസീസ്, ഗൈഡ് ലൈൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ. Principle of a working condition. The employee should be made aware of all the information regarding working condition existing in the company. He should also be provide information about the punishment if he commits any mistakes. അപ്പൊ എന്താണ്, നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ ജീവനക്കാരും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് അവരെ ബോധ്യവാന്മാരാക്കണം. എന്താണ് ഡ്യൂട്ടീസ്, എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്താണ് അവർ ചെയ്യേണ്ട വർക്ക്, എന്താണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവരെ ബോധ്യവാന്മാരാക്കണം. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, മിസ്റ്റേക്സുകൾ അവരുടെ കയ്യിൽ നിന്ന് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പണിഷ്മെന്റുകൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇന്ന വർക്കുകൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ടൈമിൽ നമ്മള് പൂർത്തിയാക്കേണ്ട ചിലപ്പോൾ ജോലികളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരാഴ്ചക്ക് മുൻപ് അല്ലെങ്കിൽ 2 ദിവസം മുൻപ് നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, 2 ദിവസം മുൻപ് ഇത് കംപ്ലീറ്റ് ആക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ അങ്ങനെ പറയാറുണ്ട് ഓർഗനൈസേഷനിലൊക്കെ എംപ്ലോയീസിനോട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടാർഗറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 2 ദിവസം മുന്നേ പൂർത്തിയാക്കേണ്ട ജോലികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അഥവാ പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ശിക്ഷകളാണ് നൽകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെന്റുകളാണ് നൽകുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് വർക്കിംഗ് കണ്ടീഷനിൽ വരുന്നത്. ഇനി എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ. An employee should be made to feel a sense of commitment and cooperation in his new job so that he can understand his responsibility better towards the job and the organization. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ജീവനക്കാരന് ഒരു തോന്നൽ ഉണ്ടാക്കണം. എന്താണ് ഈ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ട് ജോലികൾ എന്താണ് ചെയ്യണം, പുതിയതായിട്ടുള്ള ഒരു ജോലിയിൽ നമുക്ക് സഹകരിച്ച് അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ഒരു ജോലിയോടും സ്ഥാപനത്തോടുമുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യാനായിട്ട് കഴിയാനായിട്ടുള്ള ഒരു രീതിയിൽ വേണം പെരുമാറാൻ അല്ലെ. കോർപ്പറേറ്റ് ചെയ്ത് എന്താണ് മറ്റുള്ളവരുമായിട്ടൊരു കോർഡിനേഷൻ, കോർപ്പറേഷൻ വേണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ച് വേണം പോവാനായിട്ട്. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ. നമുക്കറിയാം ഒരു പുതിയൊരു സ്ഥാപനത്തില് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പോളിസീസ്, പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, നമ്മള് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും ഗൈഡ് ലൈൻസ് ആയാലും പാലിച്ച് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ എന്താ, എനിക്കൊരു എന്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള പോളിസീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല അല്ലെ. അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല അല്ലെ. നമ്മളുടെ എന്താണ് ചിലപ്പോ മാനേജേഴ്സ് ആയാലും അതുപോലെ തന്നെ കോവർക്കേഴ്സ് ആയാലും അവിടെയുള്ള മറ്റു നിരയിലുള്ള സ്റ്റാഫുകൾ അല്ലെ, അവര് പറയുന്ന മാനേജേഴ്സ് പറയുന്ന കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ സിഇഒ പറയുന്ന കാര്യങ്ങള്, മാനേജേഴ്സ് പറയുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ പറയുന്ന കാര്യങ്ങൾ അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ച് വേണം പോകാനായിട്ട്. അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇതൊക്കെ പാലിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറയും അവര്, പറ്റില്ലെങ്കിൽ പൊക്കോ എന്ന് പറയോ അല്ലെ, നമുക്ക് വേറെ ആളെ കിട്ടും ഇല്ലേ. അപ്പൊ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പാലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പോളിസീസ് ഇതാണ് അല്ലെങ്കിൽ എന്റെ ഗൈഡ് ലൈൻസ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലെങ്കിൽ നീ പൊക്കോ, എനിക്ക് വേറെ ആളെ കിട്ടും എന്ന് പറയും. അപ്പൊ അതാണ് പറയുന്നത്, ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള നിയമങ്ങളും പ്രൊസീജിയർ, പ്ലാൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ജോലി ചെയ്യാനായിട്ട്. ഓക്കെ,
അതൊക്കെ പാലിക്കണം. ഇനി എന്താ principles of a transfer. At first, a placement can be temporary as the variations may occur after the training is completed. Transfer of the employee to another job may occur for he can perform as expected. അപ്പൊ എന്താണ് ഒരു എന്താണ് തുടക്കത്തില് ഒരു ജീവനക്കാരനെ നമ്മൾ നിയമിക്കുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് നമ്മൾ ഓരോ കമ്പനിയിൽ നിയമിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ വർക്കുകള്, അതുപോലെ തന്നെ അയാളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് അയാൾ ചെയ്യുന്നുണ്ടോ, ഇപ്പൊ എന്തെങ്കിലും ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കും. ആദ്യം ടെമ്പററി പോസ്റ്റിങ്ങിലേക്കായിരിക്കും അയാളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് പോസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പ്രിൻസിപ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? പ്രോസസ്. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ആ പ്രോസസ്. 4 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാൽ പറയണേ. നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വിഷ്ണു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് അൺമ്യൂട്ട് ആക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഒന്ന് പറഞ്ഞു നോക്ക്. പറഞ്ഞോളൂ. ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. വിഷ്ണു മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും പറയാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കുഴപ്പമില്ല, തെറ്റാണ് കുഴപ്പമൊന്നുമില്ല. മഞ്ജിമ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഫോണാവുന്നുണ്ടോ? ഓണാകുന്നില്ല മൈക്ക്? ഇല്ല, 1 മിനിറ്റ്. ജസ്റ്റ് വായിച്ചു നോക്കൂ കേട്ടോ. ഇപ്പോഴോ മൈക്ക് ഓൺ ആണോ നോക്കിയേ. ഓണാവുന്നുണ്ടോ?
ചെക്ക് ചെയ്ത് നോക്കൂ ഒന്ന്. ഉണ്ട്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആർക്ക് പറയാൻ പറ്റും? ആരെങ്കിലും പറയൂ. 4 സ്റ്റെപ്പ് മാത്രം പറഞ്ഞാൽ മതി. വിഷ്ണു പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ആകെ 4 സ്റ്റെപ്പ് മാത്രമാണ്. ഡാറ്റ കളക്ഷൻ, ഇവാലുവേഷൻ, അലോക്കേറ്റിംഗ് ആൻഡ് കൺട്രോൾ. ഡാറ്റ കളക്ഷൻ മീൻസ് എംപ്ലോയിയെ പറ്റിയുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, ക്വാളിഫിക്കേഷൻസ്, സ്കിൽ എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഡാറ്റ കളക്ഷൻ. ഇവാലുവേഷൻ മീൻസ് ആ എംപ്ലോയിയുടെ കേപ്പബിലിറ്റി നോക്കുക, ഏത് ജോബ് റോളാണ് സ്യൂട്ട് ആകുക എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അലോക്കേറ്റിംഗ് മീൻസ് അലോക്കേറ്റിംഗ് ആണ് എംപ്ലോയി ഏത് ജോബിലാണ് സ്യൂട്ടബിൾ ആണ് നോക്കുന്നത്. ഫൈനൽ സ്റ്റെപ്പ് എംപ്ലോയിയുടെ കഴിവ് ഒബ്സർവ് ചെയ്യുക, ആ ജോലിയിലേക്കുള്ള കഴിവ്. നന്നായിട്ട് പറഞ്ഞോ അല്ലേ? നിങ്ങൾക്ക് ഇത്തിരി മിണ്ടാനായിട്ട് മടിയാണല്ലേ? എല്ലാ മിസ്സുമാരും പറയുന്നുണ്ട്, ചോദിച്ചു കഴിഞ്ഞാല് മിണ്ടാൻ മടിയാണ് അല്ലെങ്കിൽ പറയാൻ മടിയാണ്. പക്ഷെ നന്നായിട്ട് പറഞ്ഞോളോ. പിന്നെന്താ പ്രശ്നം? നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ. മിസ് പറയാട്ടോ. ഓക്കെ. പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് 4 സ്റ്റെപ്പാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഒരു സ്റ്റെപ്പ് പഠിക്കണം കേട്ടോ. സ്റ്റെപ്പ് 1 എന്താണ്? ഡാറ്റ കളക്ഷൻ. സ്റ്റെപ്പ് 2 ഇവാലുവേഷൻ. സ്റ്റെപ്പ് 3 എന്താണ്? അലോക്കേഷൻ ഓഫ് പ്ലേസ്മെന്റ്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കൺട്രോൾ. ഓക്കെ. ഈ 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പ്, സോറി 2ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് 1 to 4 വരെ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഓക്കെ. പ്ലേസ്മെന്റിന്റെ പ്രോസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. There are 4 steps in procedure of employee placement which are as follows. First step ആണ് data collection അല്ലേ? In the employee placement procedure, the first step is to collect data about the employee for the purpose of identifying qualification, skills and ability of the present employee. എന്താ പറയുന്നത്? ഡാറ്റ കളക്ട് എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ? അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, എബിലിറ്റി, ഇതൊക്കെ അന്വേഷിച്ച് അല്ലെ? അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡാറ്റകൾ ആദ്യം കളക്ട് ചെയ്തു. ഇനി എന്താണ്? ഇവാലുവേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. After completing the first step of collecting employees data, the next step is to evaluate the capability എന്ന് പറഞ്ഞാൽ കഴിവ്, എംപ്ലോയീസിന്റെ കഴിവ് of an employee in order to analyze the type of job that best suit the employees. അപ്പൊ എന്താണ്? നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരു വാക്കൻസി വരികയാണെങ്കിൽ നല്ല രീതിയിലേക്ക് അത് പോകുമോ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ചിട്ട് അല്ലെ? ഏത് വേക്കൻസിയിലേക്കാണോ, ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റിനെ കുറിച്ചുള്ള ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം അല്ലെ? അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ കഴിവനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യിക്കാനായിട്ടുള്ള എല്ലാ ഇവാലുവേഷൻ നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. എംപ്ലോയിക്ക് അത്തരത്തിലുള്ള കഴിവുണ്ടോ, ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്താം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റകൾ കളക്ട് ചെയ്തു,
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എംപ്ലോയിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് വിലയിരുത്തി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? Allocation or placement. In this step, the company places the employee on the job which is the best suitable for him. In this step, company places the employees on the job which the best suitable for him. എന്താണ് കാൻഡിഡേറ്റിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ജോബ് തരം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബിലേക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം, ക്യാപ്പബിലിറ്റി നോക്കാം, സ്കില്ല്, നോളജ് ഒക്കെ നോക്കിയിട്ട് അദ്ദേഹത്തെ ഏത് ജോലി തരത്തിലേക്കാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അലോക്കേഷൻ നടത്താം. ഇനി എന്താ? സ്റ്റെപ്പ് 4 കൺട്രോൾ ആണ് അല്ലെ, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദിസ് പ്രൊസീജിയർ ഇസ് കൺട്രോൾ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? പ്ലേസ്മെന്റിന്റെ ആ പ്രോസസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, ഫൈനൽ സ്റ്റെപ്പ് ആണ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this step involves measuring and observing the employee performance in that particular job അല്ലെ. എന്താണ്? അപ്പൊ ഒരു ഫൈനൽ സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞു. ഈ സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യാം, മെഷർ ചെയ്യാം അല്ലെ. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ് എന്താണ്? ആ ജോബില്, അദ്ദേഹത്തിന്റെ ആ പർട്ടിക്കുലർ ജോബില് എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 സ്റ്റെപ്പ് ആണ് പ്ലേസ്മെന്റ് പ്രൊസീജിയറിനുള്ളത്, പ്രോസസ്സിനുള്ളത്. ഏതൊക്കെയാണ്? ഡാറ്റ കളക്ഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, അലോക്കേഷൻ ഓർ എന്താണ്? പ്ലേസിംഗ്. ഇനി എന്താ? ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. ഓക്കെ, ബെനഫിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ബെനഫിറ്റ്സ് വായിച്ചു നോക്കാം കേട്ടോ. ബെനഫിറ്റ്സ് വായിച്ചു നോക്കാം, എളുപ്പമുള്ള പോയിന്റ്സ് ആണ്. വായിച്ചു നോക്കിയേ. അയച്ചു ഞാൻ പറയണേ. ഓക്കെ, benefits of placement.
The benefits of a proper placement are as follows. First one എന്താണ്? Rise employees morale. എന്താണ് morale എന്ന് പറഞ്ഞാൽ? എന്താ meaning of morale? എന്താ meaning of morale? എന്തായിരിക്കാം morale എന്ന് പറഞ്ഞാല്? മനോവീര്യം അല്ലെ? മനോവീര്യം. morale എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് മനോവീര്യം ആണ്. നോക്കാം. Correct placement helps the employee adapt more easily to the job and helps him to give and the standard performance. This helps to raise the morale of the employee. ഇനി നമ്മൾ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ജോബില് കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസിയിലാണ് നമ്മളെ പ്ലേസ്മെന്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ എന്താണ് എംപ്ലോയീസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ? അവർക്ക് എന്താണ് ഒരു മനോവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മനോവീര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മളായാലും നമ്മള് ഉദ്ദേശിച്ച ഒരു ജോബിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ എന്താണ് നമുക്കൊരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും, ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ നമ്മള്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവരുടെ മനോവീര്യം റൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ്. Employees are motivated if they are properly placed by matching their skills and job requirements. If they are motivated, they produce better output. എന്താ പറയുന്നത്? നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടാം അല്ലെ, അവരൊരു മോട്ടിവേറ്റഡ് ആകും അല്ലെ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറാനായിട്ട് ഇടവരുന്നുണ്ട്. അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ഒരു മാച്ചിങ് ആയിട്ടുള്ള ജോബാണ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ജോബാണ് കിട്ടുന്നതെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള് അല്ലെ, കൊളീഗ്സ് എന്ന് പറഞ്ഞാല് മോട്ടിവേറ്റഡ് ആയിരിക്കാം, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം, വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം, നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ആളുകളായിരിക്കാം. നമ്മുടെ മേലധികാരികളായാലും കൂടി വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തിനും ഏതിനും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഒരു നമ്മുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഇടവരും അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലോട് കൂടി കറക്റ്റ് ആയിട്ടുള്ള നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതൊരു നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്ത് തീർക്കാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ്സ് അതുവഴി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെന്താ? റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻസ് അല്ലെ. പറയാം, കൂടുതലായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല അല്ലെ. If the employees are properly placed in their job, then absenteeism and employee turnover is reduced. This results in effective utilization of the machines, employment and materials അല്ലെ. നല്ല രീതിയിൽ നമുക്ക് യോജിച്ചൊരു ജോലിയാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് ഇടവരില്ല. ഇനി അതർവൈസ് എന്താണ് അവിടെ നമ്മള് ആരും സഹകരിക്കുന്നില്ല, മേലധികാരികൾ ഭയങ്കര എന്താ പ്രഷർ ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ പ്രഷർ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നമ്മൾ റിസൈൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് ഇടവരുന്നില്ല. പക്ഷെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ആക്ട് ആയിട്ടുള്ള കമ്പനിയാണ്, നമ്മൾ ഉദ്ദേശിച്ച ജോബാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ മേലധികാരികൾ മാനേജേഴ്സ് ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരായാലും നല്ല ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ അവിടെ നിലനിന്ന് പോകും അല്ലെ. അധികം എംപ്ലോയീസ് പൊഴിഞ്ഞു പോകില്ല. ടേൺ ഓവർ എന്ന് പറഞ്ഞാലും പൊഴിഞ്ഞു പോകുന്നത് റിസൈൻ ചെയ്ത് പോകുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. ആബ്സെന്റീസം കുറയും, നല്ല രീതിയിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും വീണ്ടും ആ ഓർഗനൈസേഷനിലേക്ക് പോകാനായിട്ട് അല്ലെ, ആബ്സെന്റ് ആവാതെ വീണ്ടും വീണ്ടും അവിടേക്ക് പോവാനായിട്ട് ഒരു നല്ലൊരു മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ എന്താ? ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി.
Proper placement helps to improve employees' efficiency as he is able to produce a better result, communicate with the people effortlessly, feel motivated, become punctual and avoid committing errors. ഒരു നമുക്കറിയാം നമ്മള് ഉദ്ദേശിച്ച ഒരു ജോലിയാണ് കിട്ടുന്നത്. നല്ലൊരു കമ്പനിയില് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിക്ക് ജോലി കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടി, അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള് മേലധികാരികളായിട്ട് നല്ല രീതിയിൽ നമ്മൾ കോർപ്പറേറ്റ് ചെയ്യുന്ന പോകുന്നവരാണെങ്കിൽ എന്താണ് നമ്മൾക്ക് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് അവിടെ നിന്ന് ആ ഓർഗനൈസേഷനിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്കും ഒരു പ്രചോദനം വരുന്നുണ്ട് അല്ലെ. എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടും അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ടായാലും നമുക്ക് ഫീൽ അല്ലെ, കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അവിടെ പഞ്ച്വാലിറ്റി അല്ലെ, എന്താണ് സമയനിഷ്ഠ പാലിക്കാനായിട്ട് നമുക്ക് ഇടവരും, കൃത്യസമയത്ത് എത്താനും അതുപോലെ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കില് എറേഴ്സ് ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളിലും എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് വരില്ല അല്ലെ, വളരെ കുറവായിരിക്കും എറേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പ്ലേസ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, കീപ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെ, നമ്മൾ ആദ്യമേ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പ്ലേസ്മെന്റ് എയിം ടു കീപ് employee satisfied. If the employee is properly placed in his job, he works with the CL and CL nu parayunnengil Shraddha, okay, Shraddha, CL, and his work performance is high. എന്താണ്, employee satisfied ആണെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല അല്ലെ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഹൈ പെർഫോമൻസ് ആയിട്ടും അവര് ചെയ്യാൻ പറ്റും അല്ലെ. നല്ല രീതിയിൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, ആള് മോട്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആള് ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹൈ പെർഫോമൻസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കിയേ. Problems in placement. വായിച്ചു നോക്കാം കേട്ടോ.
ആക്ച്വലി ഞാൻ പറയണേ, ഓക്കെ. പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് നോക്കാം. പ്ലേസ്മെന്റ് ഈസ് എ നോട്ട് ആൻ ഈസി ടാസ്ക് അല്ലെ? പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ എന്താണ്, എന്താണ്, ഈസി ആണോ? അല്ല, ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്നാണ് പറയുന്നത്. It need to match employees skills with the job requirements. എന്താണ് ജോബിന്റെ ആവശ്യങ്ങള്, ഏത് വാക്കൻസിയിലോട്ടാണോ ഏത് എംപ്ലോയിനെ വേണ്ടത് അല്ലെ, ഏത് വാക്കൻസി ആണോ അവിടെ ഉള്ളത് അതനുസരിച്ചിട്ട് വേണം നമ്മള് എംപ്ലോയീസിനെ നമ്മൾ ചെയ്യാനായിട്ട്, ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പൊ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വേണം എംപ്ലോയീസിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ. Though the HR manager trying to make it justifiable and effective, still few problems arise. എന്താണ് ഇങ്ങനെ HR മാനേജർ ഇത് ന്യായീകരിക്കാവുന്നതും അതുപോലെ തന്നെ ഫലപ്രദവുമാക്കൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പക്ഷെ വളരെ കുറച്ച് പ്രശ്നങ്ങൾ ഈ പ്ലേസ്മെന്റിലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ താഴെ പോയിന്റ്സുകളായിട്ട് ഒരു 6 പോയിന്റ്സുകളായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. സെക്കൻഡ് വൺ മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ്. ചേഞ്ച് ഇൻ ടെക്നോളജി, ചേഞ്ച് ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, social and psychological factor, nature of the job. എന്താണ് employee expectation എന്ന് പറഞ്ഞാൽ the main problem of placement is employee expectations. Employees generally expect a high salary, difficult task and autonomy, and if their job does not fulfill their expectations, they feel that they are in the job which is not appropriate for them. എന്താ പറയുന്നത്? എംപ്ലോയി എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ അല്ലെ, അവരെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ഹൈ സാലറി കിട്ടണം. നമ്മളായാലും ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് ചെയ്യുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ നമ്മളായാലും നമ്മളുടെ പ്രതീക്ഷകൾ എന്താണ്? എന്താണ് ഒരു ഇത്ര പെർസെന്റേജ് എമൗണ്ട് നമുക്ക് സാലറി ആയിട്ട് കിട്ടണം എന്നാണ് അല്ലെ. നമ്മൾ അതിനായിട്ട് നല്ല രീതിയിലുള്ള സാലറി കിട്ടാനായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ ജോലി ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണ് എന്താണ് ഹൈ സാലറി പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവരുടെ ജോലി അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നില്ല എങ്കിൽ, അതായത് അവർക്ക് അനുയോജ്യമല്ലാത്ത ജോലിയിലാണ് അവർക്ക് തോന്നിയതെങ്കിൽ അവർ ജോലി ഉപേക്ഷിച്ചു പോകാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. നമ്മൾക്ക് കുറെ ടാർഗറ്റ്, നമ്മൾ കുറെ എന്താണ് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ പക്ഷെ അതിനുള്ള ശമ്പളം നമുക്ക് കിട്ടുന്നില്ല, സാലറി കിട്ടുന്നില്ല എങ്കിൽ എന്താണ് നമ്മളവിടെ നിൽക്കാനായിട്ട് തയ്യാറാവോ? ഇല്ല അല്ലെ. നമ്മള് കുറെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ കഷ്ടപ്പാടാണ്. പക്ഷെ അതിനനുസരിച്ച് സാലറി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ അവിടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യും അല്ലെ. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടതിനനുസരിച്ച് സാലറി കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് പോകാനും ഉപേക്ഷിച്ച് പോകാനായിട്ട് ഇടവരുന്നത്. അതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത് പ്ലേസ്മെന്റിന്റെ. ഓക്കെ, നെക്സ്റ്റ് ആണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ്. HR managers sometimes expect more than the employees' capability or skills. We find that there is a mismatch between the employee and his work. എന്താണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഉണ്ടാകുന്ന കഴിവിനേക്കാളും കൂടുതൽ മാനേജേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരാളെ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ മാനേജർ എന്ത് വിചാരിക്കും? ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഞാൻ പ്രതീക്ഷിച്ചത്ര എക്സ്പെക്ടേഷൻ കൊടുക്കും, മാനേജർ കൊടുക്കും, ഇതിൽ ഔട്ട്പുട്ട് കിട്ടും, ഇദ്ദേഹത്തിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അത്ര കണ്ട് എന്താണ്
ഈ HR മാനേജേഴ്സ് വിചാരിച്ച അത്രയും പെർഫോമൻസ് ഇയാളിൽ നിന്ന് കിട്ടുന്നില്ല. അതും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അതാണ് മാനേജേഴ്സ് എക്സ്പെക്ടേഷൻ അല്ലെ. കാൻഡിഡേറ്റിന് ഉണ്ടാകുന്ന കഴിവിനെക്കാട്ടിലും കൂടുതൽ മാനേജേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ജീവനക്കാരനും അയാളുടെ ജോലിയിലും തമ്മിലുള്ള പൊരുത്തക്കേടുണ്ടെന്ന് ആ മാനേജർ കണ്ടെത്തുന്നു. മനസ്സിലായോ? അതാണ് മാനേജേഴ്സ് എന്ന എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 2 പ്രോബ്ലം മാത്രം മിസ് എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, മാനേജേഴ്സ് സാലറി. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് ഇത്രയും കൂടി ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അറിയില്ല, അത് ഓഫീസിൽ നിന്ന് പറയും എക്സാമിന്റെ കാര്യങ്ങള്. ഓക്കെ.